ഹായ് എവ്രി വൺ, വെൽക്കം ടു shaluzworld. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ പാനിപ്പൂരി. പാനിപ്പൂരി ഇഷ്ടമില്ലാത്തൊരു കുറവായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പേഴ്സണലി. എവിടെ കണ്ടാലും പാനിപ്പൂരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ കഴിക്കുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടല്ലേ കഴിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കാം അല്ലേ. അപ്പോൾ ഒരുപാട് നമുക്ക് കഴിക്കാം. അപ്പോൾ ആ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്, നമ്മുടെ പാനിപ്പൂരിയുടെ റെസിപ്പി. അപ്പോൾ അതിൻ്റേതായ ചട്നിയും അതിൻ്റെ ഫില്ലിങ്സും പിന്നെ പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പൂരി ഉണ്ടാക്കാം. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റവ എടുക്കാം, റവയും മൈദയും. ഓക്കെ, അപ്പോൾ റവ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് റവക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് റവ ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ മൈദ, അങ്ങനെയാണ് കേട്ടോ കണക്ക്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴക്കാം. അപ്പോൾ വെള്ളം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കപ്പും ഒരു 1-2 ടേബിൾ സ്പൂണ് വെള്ളവുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് വെള്ളം ഫുള്ള് ഒഴിച്ചിട്ട് കുഴക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മാവാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത്രയും ഒരു സോഫ്റ്റ് മതി. ഈ ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ഒന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും സോഫ്റ്റ് മതി. ഇത്തിരി ഹാർഡായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമ്മൾ നന്നായി കുഴച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാവിൻ്റെ രൂപത്തിൽ കിട്ടും. എന്നിട്ട് നമുക്കിതുപോലെ റാപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ റാപ്പർ ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് റാപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊരു 20-25 മിനിറ്റ് നമുക്കിതിങ്ങനെ മാറ്റി വെക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന റവ എന്ന് പറഞ്ഞാൽ റോസ്റ്റഡ് റവ അല്ലെങ്കിൽ റോസ്റ്റ് അല്ലാത്ത റവ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏത് റവ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഫില്ലിങ്സ് ചെയ്യാം കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 പൊട്ടാറ്റോ, മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി വേവിക്കുക. കാരണം ഇത് ഉടക്കാനുള്ള പൊട്ടാറ്റോ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേവും വേണം കേട്ടോ. നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇത് ഉടക്കാൻ പറ്റണതാണെന്ന്. അതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് നല്ല നുറുക്കിയിട്ട് വേണം സവോള ഇടാൻ. അപ്പോൾ സവോള ഞാനൊരു ഹാഫ് സവോള എടുത്തു, 1/2 കപ്പ് സവോളയും പിന്നെ നമ്മൾ കയ്യിൽ ഒതുങ്ങണ അത്രയും മല്ലിയിലും അതും നല്ലോണം നുറുക്കിയിട്ട് വെക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡില്ലേ, അതും 1/2 ടീസ്പൂണ് മുളക് പൊടി. നമുക്ക് വേണമെങ്കിൽ ചാട്ട് മസാല, ഇഷ്ടമുള്ളവർക്ക് ചാട്ട് മസാല ആണെങ്കിൽ ചാട്ട് മസാല ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണെങ്കിൽ 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ഇടാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളിയുള്ള മധുരം എരിവൊക്കെ ഉള്ള ചട്നി ഉണ്ടല്ലോ, അതുണ്ടാക്കാം. അപ്പോൾ ആദ്യം വേണ്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് നമുക്കൊരു പുളി വെള്ളത്തിലിട്ടിട്ട് ആ പുളിയുടെ എന്താ പറയുക വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്യൂരി ഉണ്ടാവല്ലോ അത് നമുക്കിതിലോട്ട് ഒഴിക്കും. ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ വെളുപ്പത്തിലുള്ള അത്രയും പുളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഞാൻ ചീകിയിട്ടാണ് കേട്ടോ ഇതിലിട്ടത്. അപ്പോൾ അത്രയും ശർക്കരയും പിന്നെ ഒരു 7 ഈത്തപ്പഴം അതുപോലെ ഡയറക്റ്റ് ഇട്ടതാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റോളം നമുക്കൊന്ന് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമുക്കൊരു 1 ടീസ്പൂണ് മുളകും പൊടിയും ഇത്തിരി ഉപ്പിട്ടാൽ മതി. ഒരുപാട് ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പിട്ടിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായി വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ, നന്നായി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് പ്യൂരി എടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് കയ്യിലൊതുങ്ങണ അത്രയും മല്ലിയിലും കയ്യിലൊതുങ്ങണ അത്രയും പുതിനയും പിന്നെ ഒരു 2 മുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ വെള്ളം എടുത്തത് ഞാനൊരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ അരിപ്പയിൽ വേണം കേട്ടോ എടുക്കാൻ. എന്നിട്ട് അതിലൊരു ടീസ്പൂണ് മുളകും പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ക്യുമിൻ സീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ ജീരകത്തിൻ്റെ ആ പൊടിയില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായി അടിക്കാം. എന്നിട്ട് ആ ഒരു പച്ച നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങയും കൂടിയും പിഴിയുക കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ അതും കൂടി പിഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും പച്ചയിൽ നമുക്കത് കിട്ടണത്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണ്ട, മാറ്റി വെച്ചാൽ മതി. ആ സമയം കൊണ്ട് ഇപ്പം തന്നെ അത്യാവശ്യത്തിനൊരു 25 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ മാറ്റി വെച്ച പൂരി ഉണ്ടല്ലോ അത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചപ്പാത്തിയുടെ ആ ഒരു കട്ടി ഉണ്ടാവുമല്ലോ, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴുള്ള കട്ടി ഒരുപാട് തിന്നാവാണ്ടുള്ള കട്ടി, അതുപോലെ ഞാൻ 2 ഭാഗമായിട്ട് മുറിച്ചിട്ട്
അല്ല മാറ്റിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ഗ്ലാസ്, ഇതുപോലെ ഒരു കുഞ്ഞ് ഗ്ലാസ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വായിലിടാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള ആ വലിപ്പം ഉണ്ടാവുമല്ലോ, നമുക്കറിയാലോ, ആ ഒരു മൂടിയുടെ വലിപ്പമുള്ള ഏതെങ്കിലും ഒരു മോൾഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ടായാലും കുഴപ്പമില്ല. ഇതുപോലെ റൗണ്ടാക്കി എടുക്കാം. ഈ എണ്ണ തൂവിയിട്ടൊന്നും മാവ് കുഴക്കേണ്ട അല്ല പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ, പൊടി ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് റൗണ്ടായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ റൗണ്ട് ആക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക. അപ്പോൾ എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ പൊരിക്കരുത്, സൺഫ്ലവർ ഓയിലിൽ പൊരിക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് കുറച്ചെടുക്കണം, ഈ മുങ്ങണ രീതിയിൽ എടുക്കണം കേട്ടോ നമ്മുടെ എണ്ണ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരിക്കലും ഒരുപാട് എന്താ പറയുക ഫുൾ തീയിലൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക പാനിപ്പൂരി പെട്ടെന്ന് വീർത്തിട്ട് വരും. നമ്മൾ വിചാരിക്കുമ്പോൾ അത് ആയിട്ടുണ്ടെന്ന്, സംഭവം ആയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൂരി ഉണ്ടാക്കാൻ. അപ്പോൾ പൂരി ഉണ്ടാക്കണ സമയത്ത് ഇതേപോലെ നമ്മൾ എന്ത് തവിയാണ് ഉപയോഗിക്കണം ആ തവി എടുത്തിട്ട് നമ്മൾ ഞാൻ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് എടുക്കണം. അപ്പോൾ മുക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വിടാം. അപ്പോൾ ഈ പ്രസ് ചെയ്തിട്ട് വിടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പടം വീർക്കണ പോലെ ഇതുപോലെ ഒന്ന് വീർത്തിട്ട് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പം ചിലതൊക്കെ ഒന്ന് ഫെയിലായിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് മുക്കിയിട്ടൊന്ന് തിരിച്ച് വിടണ സമയത്ത് നന്നായിട്ടൊന്ന് വീർത്തിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഫ്ലെയിമും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതേപോലെ പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയി എടുക്കുക, അങ്ങനെ ചെയ്യരുത്. ഒരു ഇത്തിരിയും കൂടി ടൈം അതിലിടാം, ഒരു 2-3 മിനിറ്റും കൂടി അതിലിടാം. കളറ് മങ്ങിയാലും കുഴപ്പമില്ലല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ടിപ്പ്. അപ്പോൾ ഇതാ നമ്മുടെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ലൊരു ശബ്ദം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ശബ്ദം കിട്ടണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പൂരിയും റെഡിയായി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫില്ലിങ്സ് ചെയ്തതിന് ശേഷം പൂരിക്ക് നിന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൂരിയൊക്കെ പെട്ടെന്ന് തണുത്ത് പോകും. അപ്പോൾ ഈ ടൈമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നന്നായിട്ട് പെട്ടെന്ന് നമ്മുടെ ടൈമും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക പാനിപ്പൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ.